Yes, good afternoon. Good afternoon, sir. Good afternoon. Okay. Good afternoon, sir. Okay, Tinsa, good afternoon. Yes. Good afternoon, sir. Okay, Divya, good afternoon. Thank you, sir. Okay, Kirti, good afternoon. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് പറഞ്ഞിരുന്നത്. അത് എടുക്കാമെന്ന് പറഞ്ഞിരുന്നത് ജയദേവൻ സാർ ആയിരുന്നു. പക്ഷെ ചില അസൗകര്യങ്ങൾ കാരണം അദ്ദേഹത്തിന് ഇന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. എൻ്റെ പേര് ജോബ് എന്നാണ്. മൈ നെയിം ഈസ് ജോബ്. ഞാനാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പർ എടുക്കുന്നത്. മൈ നെയിം ഈസ് ജോബ്. ഓക്കെ, രമേശ കൃഷ്ണൻ, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്. ഓക്കെ. അപ്പൊ പോകെ നമുക്ക് എല്ലാവരും പരിചയപ്പെടാം. തൽക്കാലം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ രമേശ്. യെസ്, രമേശ് കൃഷ്ണൻ. ഓക്കെ. ദീപ്തി രമേശ്. ഓക്കെ. വെരി ഗുഡ്. യെസ്. അപ്പൊ ഇംഗ്ലീഷാണ് നമ്മൾ കൈകാര്യം ചെയ്ത സബ്ജക്റ്റ്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ അതിനൊരു ടെക്സ്റ്റ് തരും. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ വളരെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ സ്കൂളിൽ മോണ്ടിസോറി അധ്യാപികയായിട്ട് പോയി കഴിയുമ്പോൾ അവിടെ നമുക്ക് പഠിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അപ്പൊ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. വെരി സിമ്പിൾ. ഇതിനകത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടയോ അല്ലെങ്കിൽ അതിന് റിലാക്സ് ചെയ്തിരിക്കുക. അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് റിലാക്സ് ചെയ്തിരിക്കുക. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല കൃത്യമായിട്ട്. ബി റിലാക്സ്. ഓക്കെ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് ഇംഗ്ലീഷിൽ ഒരു കമ്മ്യൂണിക്കേഷന്റെ സ്കില്ല് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയ ഒരു ആക്ടിവിറ്റിയാണ്. യെസ്. അപ്പൊ ഒരു പക്ഷെ ഭാവിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു സംഗതിയാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളോട് കുറച്ച് 5 വേർഡ് പറയുക. ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ, ആഫ്റ്റർ ദാറ്റ്, ഫൈനൽ. ഓക്കെ. ഈ ഇത്രയും വേർഡുകൾ നിങ്ങൾ എഴുതി വെക്കാം. ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ, ആഫ്റ്റർ ദാറ്റ്, ഫൈനൽ. We are going to make 5 sentences. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഉപയോഗിച്ച് നമ്മൾ 5 സെന്റൻസ് ഇടാം. We are going to make 5 sentences. അപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് സെന്റൻസിന്റെ ആദ്യത്തെ വാചകം ഫസ്റ്റ് നൽകി, രണ്ടാമത്തെ സെന്റൻസിന്റെ ഫസ്റ്റ് വാചകം നെക്സ്റ്റ് നൽകണം. ഫസ്റ്റ് വാചകം ഫസ്റ്റ് വേർഡ്. മൂന്നാമത്തെ സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് ദെൻ എന്നായിരിക്കണം. നാലാമത്തെ സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് ആഫ്റ്റർ ദാറ്റ്. അഞ്ചാമത്തെ സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് ഫൈനലി. ഈ രീതിയിൽ വരാവുന്ന രീതിയിൽ നമ്മൾ ഇന്ന് 5 സെന്റൻസ് നമ്മൾ ഉണ്ടാക്കി. ദാറ്റ് ഈസ് ടുഡേയ്സ് ആക്ടിവിറ്റി. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത ആക്ടിവിറ്റി. ഓക്കെ രമേശ് കൃഷ്ണൻ, ടുഡേയ്സ് ആക്ടിവിറ്റി ഇതാണ്. അപ്പൊ ഓക്കെ, ഞാൻ ഇതിനകത്ത് ദിവ്യ രാജേഷ്. Yes, sir. Okay, how are you, Divya? Fine, sir. Okay, very good. Where are you from? Sir, I am from Palakkad, sir. Oh, you are from Palakkad. Very good, Yes, very sir. good. Which is your favorite color? Color pink, sir. Why do you like pink more? It's very beautiful color, sir. Oh, as it is very beautiful, you like pink very much. Okay. Yes, sir. What is your favorite food? Favorite food biryani, sir. Yeah, which type of biryani that you like most? Chicken biryani? Sir, chicken biryani, sir. Chicken biryani. Oh, you know how to make chicken biryani? Yes, sir. I know, sir. Which type of biryani that you want to make? Chicken biryani, sir. Chicken biryani. Okay, very good. Okay, Divya, very good. അപ്പൊ ഞാൻ ദിവ്യനോട് പറയുന്നത്, ദിവ്യ എന്ത് ചെയ്യുക, ഒരു 5 സെന്റൻസ് ഒന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുക. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലൂ ഇട്ട് തന്നെ. Sir, എന്താ sir?
ഈ 5 വേർഡ് ഉപയോഗിച്ചിട്ട് 5 സർ 5 വേർഡ് ഫസ്റ്റ് നെക്സ്റ്റ് ദെൻ ആഫ്റ്റർ ദാറ്റ് പിന്നെന്താണ് സർ? Finally. എന്താ സർ? ഫൈനലി ഫൈനലി അല്ലേ? ഓക്കെ ഞാൻ പറയാം. ഞാൻ ദിവ്യയോടാണ് ആദ്യം ചോദിക്കുന്നത് മാത്രം. ഓക്കെ ഗെറ്റഡി. എല്ലാ ചോദ്യം എല്ലാവരോടും ഓപ്പൺ ആണ്. അപ്പൊ എന്നിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിരിക്കുക എങ്ങനെയാണ് നമ്മൾ ഈ സെന്റൻസ് ഉണ്ടാക്കുന്നത് സംശയം. അപ്പൊ നിങ്ങൾ വേറെ ഒന്നും ചെയ്യില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നിന്റെ ക്ലൂ പറയണം. ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ അത് ഡിലീറ്റ് ആയി പോയിട്ട് പിന്നെ അത് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് വേറെ ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് പറയാം ഫസ്റ്റ് I got up at 6 o'clock in the morning. First, I got up at 6 o'clock in the morning. Next, okay, Divya, mute is there. Okay. Yes, sir. Okay. Ready, I you. Common at first, I got up at 6 o'clock in the morning. Next, I brushed my teeth. Then, I drank a cup of tea. After that, I checked my emails. Email check. Finally, I went to office. I went to okay, correct. First, next, then after that, finally. ഇവിടെ ഇപ്പൊ ദിവ്യ പറഞ്ഞു ദിവ്യ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം പറഞ്ഞു. വേണമെങ്കിൽ ദിവ്യ ചിക്കൻ ബിരിയാണി ഉണ്ടായിക്കോട്ടെ. ദിവ്യക്ക് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് ഐ ടുക്ക് ബസുമതി റൈസ് ആൻഡ് ചിക്കൻ പീസ്. ചിക്കൻ പീസ് വേണ്ട, 1 kilogram ചിക്കൻ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അത് ഉപയോഗിച്ചാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് then after that finally the biryani is ready. അങ്ങനെ പറയാം. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ ജെൻസിക്ക് വേണമെങ്കിൽ വേറെ പറയാം. ജെൻസിക്ക് വേണമെങ്കിൽ 1 കപ്പ് ചായ ഉണ്ടാക്കണം പറയാം. ഫസ്റ്റ് ഐ വെന്റ് ടു ദ കിച്ചൺ. ഐ പുട്ട് സം വാട്ടർ ഇൻ ദി സ്റ്റൗ. വെൻ അത് ഫസ്റ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് കഴിഞ്ഞു. then I put some water in the stove. Then I put some sugar and tea powder into the water. After that, I mixed some milk. Finally, the tea is ready. Tea ready. ഇനി ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ? ആദ്യം എന്തായിരുന്നു, രണ്ടാമത് എന്തായിരുന്നു, മൂന്നാമത് എന്തായിരുന്നു, നാലാമത് എന്തായിരുന്നു, അഞ്ചാമത് എന്തായിരുന്നു. ഇപ്പോ വേറൊരു കുട്ടി ഇങ്ങനെ പറയുന്നു. ഫസ്റ്റ് ഐ quarreled with the KCB reader. വീട്ടിലെ KCB റീഡിംഗ് എടുക്കാൻ വന്ന KCB റീഡറിന് വേണ്ടി ഞാൻ വഴക്കിട്ടു. നെക്സ്റ്റ് he did not come to our group. പിന്നീട് അവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല. Then I happened to see him on the road. പിന്നെ യാദൃശ്യം വഴി ഞാൻ റോഡിൽ വെച്ച് കണ്ടു. After that we became friends. പിന്നീട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. Finally, I became his wife. ഒടുവിൽ ഞാൻ എന്തായി, അദ്ദേഹത്തിന്റെ ഭാര്യയായി. നിങ്ങൾക്ക് അങ്ങനെ രസകരമായിട്ടുള്ള ഒരു 5 ഇൻസിഡന്റ് ഉണ്ടാക്കാം. എന്നിട്ട് അതിനകത്ത് ഫസ്റ്റ്, നെക്സ്റ്റ്, then after that and finally നിങ്ങളുടേതായ രീതിയിലുള്ള നേരെ എഴുതി വെക്കുക. ഫസ്റ്റ്, നെക്സ്റ്റ്, then after that finally. ഫസ്റ്റ് എന്താണ്, നെക്സ്റ്റ് എന്താണ്, പിന്നീട് എന്താണ്, അതിനുശേഷം എന്താണ്, ഫൈനൽ എന്താണ്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ ഒക്കെ വന്ന് കാണുമെന്ന് എനിക്കറിയാം, ഇല്ലേ? ഇതിപ്പോ ഇങ്ങനെ ചെയ്യാലോ. രസകരമായിട്ടുള്ള, ഇപ്പൊ നമ്മൾ ആകെ 16 പേരുള്ളൂ. ഈ 16 പേരിൽ വളരെ രസകരമായിട്ട് അവതരിപ്പിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. ഓക്കെ, ദിവ്യക്കാണ് ഫസ്റ്റ് ചാൻസ്. ഓക്കെ, ദിവ്യ പറഞ്ഞോളൂ. തെറ്റിക്കോട്ടെ, ഇതിന്റെ അകത്ത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു. ഗ്രാമർ മിസ്റ്റേക്കോ, ഒരു മിനിറ്റ് ദിവ്യ വന്നോളാം. ഗ്രാമർ മിസ്റ്റേക്കോ അങ്ങനെയുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. Okay, Divya, you start. Sir, first of all, I took some rice, biryani rice. Okay. Then next, I took, I boiled water and put the rice in the
non cooked next cooked the food, sir. Okay. Then I put some onion, tomato, ginger garlic paste. Yes. Then after that the food is ready. The biryani Yes. is ready, sir. Mm. After Finally, that, finally we all ate the food, biryani. I served the biryani to my family members. Yes, Okay. sir. Yes, sir. Very good, very good. Okay, ദിവ്യ, ദിവ്യയുടെ ഐശ്വര്യത്തിൽ വേണം ഈ ക്ലാസ് നമുക്ക് മുന്നോട്ട് പോകാൻ. ദിവ്യയാണ് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത്. Okay, sir. ദിവ്യ നല്ല പേരാണ്. ദിവ്യയുടെ അതെ, ഐശ്വര്യത്തിൽ sir. മുന്നോട്ട് പോകാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ദിവ്യ Okay, ഫ്രം thank you. പാലക്കാടാണ് വളരെ രസകരമായിട്ട് ഇത് അവതരിപ്പിച്ചത്. അപ്പൊ ദിവ്യ ഉണ്ടാക്കിയത് ബിരിയാണിയാണ്. ജൂലിക്ക് വേണമെങ്കിൽ ബിരിയാണി മറ്റൊരു വേറെ എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങളിലേക്ക് വരാം. ജൂലി പ്രജീഷ്. ജൂലി. Yes, sir. How are you, Julie? I am fine, sir. Thank you, sir. Very good, very good. Where are you from, Julie? I am from Kottayam, sir. Kottayam. Oh, very good, very Yeah, good, yeah. very good. Very good. Okay. Kottayam. Now I make another sentence, sir. Okay. I will ask you something. I'm going to go and say. Okay, take it. Okay, Julie, which is your, do you have any pets? Pardon, sir. Do you have any pets? P-E-T-S, pet. Pets, sir. Yes, sir. Yes, what is its name? One rabbit I have, sir, at home. Very good, very good. Okay. Yes. Which is your favorite recipe? My favorite recipe is avial. Avial. Oh, Yeah, very yeah. good. Very good. Yes. Very good, very good. Are you a vegetarian or non-vegetarian? No, I am a non-vegetarian, but I like avial so much. Oh, very good, very good. Okay. Yes. Which is subject you studied physics, mathematics, chemistry, biology? Which was your favorite subject? I like to teach English. English is English is your favorite subject. yes. Okay. Let me ask you one more question. How is the value of a dictionary is calculated? Dictionary is very useful. Dictionary is very useful to all the persons. If Okay, they have okay. any doubts, they can clear the meanings and all. They can find out and correct them. Yes. Okay. Very good. Okay, Julie. Okay, you continue. Yes. Okay, so first I went to a market. Yes. Next I bought some vegetables. Yes. Next I bought some vegetables from the market. Yes. Then I came back to home. Yes. After that I washed and I cut the vegetables. Yes. Finally I made the vegetable kurma for the breakfast. Very good. Okay, Julie. Thank you, sir. Very good. The vegetable kurma is ready. Chicken biryani is ready. Papa, നിങ്ങൾ ഓരോന്നും മനസ്സിലേക്ക് വിചാരിക്കുക ഇതിനുണ്ടാക്കുന്നതിനുണ്ട് നിങ്ങൾക്ക് വേറെ വഴിക്കൊക്കെ പോയിക്കോ. It is left to you. ഇത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നമുക്ക് വേണ്ടത് 5 സെന്റൻസ് ആണ്. ഫസ്റ്റ്, നെക്സ്റ്റ്, ആഫ്റ്റർ ദാറ്റ്, first, next, then, after that, and finally. Okay, Jency Joshi, Jency പറഞ്ഞു. Jency. Hello, sir. Yes. Hello, Jency. Where are you from? I am from Kuravalangad. Kuravalangad is where? Kottayam district. Oh, okay. Very good. Kuravalangad is something particular. എല്ലാം പ്രത്യേകതയുള്ള സ്ഥലമുണ്ടോ Kuravalangad? എവിടെയൊക്കെയോ കേട്ട പോലെ? Yes, one church, St. Mary's Church. Okay. One famous church is there. Okay, very good. Okay, Jency, what is your ambition in your life? Now I am a teacher.
Where you are teaching? Yes, sir, please. Where you are teaching now? I am St. Mary's LP School, KG section working. Okay, very good, very good, very good, very good. And now, what is your ambition in your life? Okay, presently you are working. Any other ambition? Or you want to continue as a teacher? What Yes. is your ambition? Yeah, no, my ambition is teaching. Hello, sir. Okay, continue, continue. Yes. Your ambition is to continue teaching, to be a good teacher. Yeah. Yes. Very good, very good, very good. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജിൻസി ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളെല്ലാവരും ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാക്കുന്നു. ജിൻസിയുടെ കയ്യില് വടിയില്ല, പക്ഷെ പല പ്രാവശ്യം കുട്ടികളോട് ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ശബ്ദം ഉണ്ടാക്കുന്നു. What method next you will adopt to make them silence? പിന്നെ ഇവിടെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട് അടുത്ത എന്ത് മെത്തേഡ് ഉപയോഗിക്കും ജിൻസി? സ്റ്റോറി പറഞ്ഞു കൊടുക്കും സർ. സ്റ്റോറി പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ കേട്ടോ. ഇനി ഇവിടെ ബാക്കിയുള്ള 15 പേരും കൂടി ഉണ്ട്, അവർക്ക് ആർക്കെങ്കിലും അഭിപ്രായം പറയണ്ട. അപ്പൊ ജിൻസി പറഞ്ഞ സ്റ്റോറി പറഞ്ഞു കൊടുക്കും. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും പറയാൻ അഭിപ്രായം? യെസ്. With an action song, with an action, make them to sit. Okay, okay. Give them an action song, presenting an action song. Okay, 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 okay. Yes. Yes. ഇനി ആർക്കെങ്കിലും? Anybody? Okay, very good, very good. ജിൻസി, okay, എന്താണ്? ദക്ഷ പറയാം. സർ, clapping. Clear ആയില്ലേ ഷൈൻ? With a sudden clapping. With a sudden clapping. Okay, okay, okay. Very good, very good, very good. Okay, 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 okay. Yes. Okay, Jensi, you continue. okay, sir. First, I take a book. Next, cover the book. Then I start reading the book. After that, I wrote some important points. Finally, Yes. closed. Finally, I close the book. Okay, okay, very good. അപ്പൊ റീഡിങ് എ ബുക്ക് ആണ് ജെൻസി പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ബിരിയാണിയായി, പിന്നെ കുറുമക്കറിയായി, റീഡിങ് എ ബുക്കായി. ഓക്കെ, അലക സതീഷ്. അലക. യെസ്, അലക സതീഷ് പറയുന്നത് തെറ്റിക്കൊണ്ടിട്ട് നോ പ്രോബ്ലം. അത് ചിന്തിക്കാൻ വേണ്ടത്. പലപ്പോഴും ജീവിതത്തിൽ നമ്മളിങ്ങനെ പറയാതിരുന്ന് വിഷമിച്ച് ബുദ്ധിമുട്ടിയായിട്ട് പല തെറ്റാനുഭവം ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കുന്നുണ്ടാകും. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അവസരങ്ങൾ നമ്മുടെ മുന്നിലൂടെ പലത് കടന്നുപോയി, ആ സമയത്ത് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഇനി നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്ന ആളുകളാവരുത്. അതുകൊണ്ട് ഓക്കെ, പറയുന്നത് ഓക്കെ, അതൊക്കെ പറഞ്ഞോളൂ. First, I brushed my teeth. Yes. Then I took a bath. Yes. Then I prepared the breakfast. Yes. After that, I took my medicines. Yes. Finally. Finally, Finally. Finally, I went to the market, or I went to the temple. Whatever it may be. Sentence idea for it. Okay, okay, okay. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ക്രിയേറ്റിവിറ്റി നിങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോഴല്ല, സംതിങ് എൻറ്റയർലി ഡിഫറെന്റ്. വേറിട്ട രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അത് വ്യത്യസ്തത. ഓക്കെ, ഓക്കെ, ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. അലക, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. അതിന്റെ നിങ്ങൾ ആ ടെൻഷനൊക്കെ കളഞ്ഞുകൊള്ളുക, ഫ്രീ ആയിട്ടിരിക്കുക, റിലാക്സ് ചെയ്തിരിക്കുക. ഓക്കെ, ഓക്കെ, ഓക്കെ. ദക്ഷ പറഞ്ഞോളൂ. നല്ല പേരാണ് കേട്ടോ, ദക്ഷ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ദക്ഷക്കല്ല തരുന്നത്, that goes to your parents. Okay. Yes. Very good. Yes. First, I got an opportunity to visit Adirambali waterfalls. Adirambula. Adirambali waterfalls.
Yes, yes. ചോദിക്കാൻ മറന്നുപോയി ജെൻസിനോട്. Daksha, where are you from, Daksha? I'm from Vaipin, Ernakulam. My yes. home is Kaidaram. North Kaidaram, Parur. North Parur. Now you Yeah. are married to Vaipin. Yes. Yes. Okay. Yes. അപ്പൊ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ നാട്ടിൽ തന്നെയാണ് കൈതാരം അല്ലേ? Yes, yes. സ്വന്തം നാട്. അതെ അതെ. ഓക്കെ. കൈതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കലാകാരന്മാരുടെ നാടാണെന്നാണ് പറയുന്നത്. Yes, yes, sir. ഓക്കെ. അപ്പോ ദക്ഷ കലാകാരിയാണോ? ക്രാഫ്റ്റ് ഒക്കെ ചെയ്യും. ക്രാഫ്റ്റ് ചെയ്യും. യെസ്. അതല്ലാതെ വേറെന്താ ഉള്ളത് കയ്യിലുള്ളത്? ക്രാഫ്റ്റ്, ഡാൻസിങ്. പിന്നെ അത്രേ ഉള്ളൂ. Which type of dance you prefer? Classical or cinematic or any other? Classical and cinematic. Classical. Have you studied a classical dance? No. Yes, very good. Yes. Who is your favorite dancer? Hello. Who is your favorite dancer? കേൾക്കുന്നില്ലേ ദക്ഷയ്ക്ക് നെറ്റ് കണക്ഷൻ പോയിട്ടുണ്ടാവും തോന്നുന്നു. ദക്ഷയുമായിട്ടുള്ള കോണ്ടാക്ട് വിട്ടു പോയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ദക്ഷയിലോട്ട് വരാം. ദക്ഷ, അറിയോ? ഓക്കെ. Who is your favorite dancer? Favorite dancer, ക്ലിയർ ആവുന്നില്ല ദക്ഷ. Shobana. Okay. Very good. Yes. What is the speciality that you see in Shobana? Perfections in dance steps. Yes. Whatever we do, that should be perfect. Am I right? Yes. Very good. അതെപ്പോഴും ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഏൽപ്പിക്കുന്നത് ഒരു പക്ഷേ ചെറിയൊരു കാര്യമായിരിക്കാം. നമ്മുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥരോ അല്ലാതെ നമ്മൾ ഏൽപ്പിക്കുന്നത് അത് നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ചെറിയ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താല് വലിയ കാര്യങ്ങൾ നിങ്ങൾ ഏൽപ്പിക്കും. അത് ഐ ടെൽ യു എവറിത്തിങ് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. അതല്ലാതെ ആരും വന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഏൽപ്പിക്കില്ല. ഒരുപക്ഷെ നിങ്ങളുടെ കഴിവിനെ അല്ലെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ നമ്മളത് ചെറിയ കാര്യമല്ലേ, ഇതങ്ങനെ പോട്ടെ എന്നല്ല, ചെറിയ കാര്യമായിരിക്കും. പക്ഷെ ഡു ഇറ്റ് പെർഫെക്റ്റ്ലി. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അവരെ മനസ്സിൽ കാണും, ഓക്കെ ഷീ ഈസ് ഗുഡ്, ഷീ ക്യാൻ ഡു ഇറ്റ് പെർഫെക്റ്റ്ലി. അപ്പൊ അതുകൊണ്ട് ഷീ വിൽ ബി ഇൻട്രസ്റ്റഡ് വിത്ത് ഹ്യൂജ് ടാസ്ക്. അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തം. ഓക്കെ, ബി പെർഫെക്റ്റ്. Okay, let's share. Continue. First, I got an opportunity to visit Adinambali waterfalls. Yes. I went to the place. Then Yes. explore the place very well. Yes. But after that, we returned to home. Finally, reached our home happily. Okay. Do you like Adinambali waterfalls? Yes. And after the Adinambali waterfalls, when you go 5 kilometers, there is one more waterfalls, Vazhchala waterfalls. Which one do you like most? Adinambali waterfalls or Vazhchala waterfalls? Adinambali. Adinambali. Yes. Okay. Have you seen any wild animals there? Yes. Elephant. Deer. Elephant and deer. Okay, very good. Okay. Yes. When you reached Adinambali, you felt like that you are in AC. Am I right? Yes. Yes, that is a specialty that we can experience with nature. Okay, very good, Adasha. Your performance was very good. Okay. Alina. Yes, sir. അല്ല, അലീനയുടെ ആദ്യത്തുള്ള പേരെന്താണ്? പത്തു അലീന എന്നാണ്. അല്ല, എന്റെ അറിയാം. ക്ലിയർ ആയില്ല, നോട്ട് ക്ലിയർ.
Yes. Okay. Alina. പറഞ്ഞു സാറേ. Okay. Where are you from, Alina? I'm from Thrissur. Thrissur where? Thrissur, Irinjalakuda. Irinjalakuda. Oh, നമ്മുടെ ഫേമസ് ആയിട്ടുള്ളൊരു ഫിലിം സ്റ്റാറിന്റെ നാട് അല്ലേ? Okay. Tom Thomas. Okay. I have passed before the Christ College in yes, many times. Okay. പിന്നെ ഒരു പ്രശസ്തനായ ഒരു ഗായകനെ ഇവിടെ റീസെന്റ് മരിച്ചുപോയ ഗായകൻ പി ജയചന്ദ്രനാണല്ലേ? Okay. Very good. Alina, what you are doing presently? ഇപ്പൊ എന്താ ചെയ്യുന്നത്? I'm doing degree third year. ക്ലിയർ ആവണില്ലല്ലോ. പോകുന്നുണ്ടായിരുന്നു അലീന. Degree Okay, you are studying for degree. Which was your subject? BCom Finance. BCom Finance. Okay. Very good. Yes, where you are studying now? കേട്ടില്ല ഒന്നുകൂടെ. Where you are studying now? I'm studying in Irinjalakuda, Jyoti's College. Very good. Okay. Hello, Alina, you make 5 sentences using this. എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ 5 വാക്കുകളില്ല, അത് ഉപയോഗിച്ചിട്ട് 5 വാചകം പറഞ്ഞ്. Okay. Okay. Can I choose my own topic? Yes, you select it. Don't worry. Yes. I'm very good with makeup, so I'm choosing makeup. Yes. Okay. അത് വേണമെങ്കിൽ എടുക്കാം. നിങ്ങളൊരു പെഡിക്യൂറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണമെങ്കിൽ എടുക്കാം. മുഖം ഒന്ന് ഫേസ് ചെയ്യാൻ എടുക്കാം. എന്ത് വേണമെങ്കിലും എടുക്കാം. Very good. No problem. Yes. Okay. First, I wash my face. Very good. Then I apply some. Next. Next, I apply a amount of moisturizer. Yes. Then I apply my foundation. Yes. After that, I set with the foundation or powder or compact with. Yes. Finally, I put some lipstick. Yes. I'm ready with. Okay. Very good. ഒരു പക്ഷേ ഇത് അലീന പറഞ്ഞു കഴിഞ്ഞപ്പോഴായിരിക്കും നേരത്തെ പറഞ്ഞ ചില ആളുകൾക്ക് തോന്നിയത്. Yes, Alina, I appreciate your different thought. ഞാൻ ആ ഒരു നേരത്തെ പറഞ്ഞത് വ്യത്യസ്തമായ ഒരു തോട്ട് എടുത്തില്ലേ? Okay, very good. Thank you so much. Okay. Sridhanya. ഹലോ. Sridhanya, കേൾക്കാമോ? കേൾക്കാം സർ. Okay. How are you, Sridhanya? ഫൈൻ സർ, ഫൈൻ. Okay. Where are you coming from? ഇടുക്കി. Yes. The land of spices. Yeah. Very good. Okay. Yes. About Sridhanya, who was your favorite teacher when you were a high school student? Who was your favorite teacher? മലയാളം ടീച്ചർ. What was her name? Sir? Who was your favorite teacher? ജിൻസി ടീച്ചർ. Clear ആവുന്നില്ല. ടീച്ചറിന്റെ പേര് എന്താണ്? ജിൻസി. ജിൻസി ടീച്ചർ. Yeah. Okay. What subject did she teach you? Sir? What subject she teaches? മലയാളം സർ. എന്ത് സബ്ജക്റ്റാണ് ടീച്ചർ പഠിപ്പിച്ചിരുന്നത്? മലയാളം. ഓ യെസ്, മലയാളം. അപ്പൊ ഞാനൊരു കാര്യം വെറുതെ എടുത്ത് പറയട്ടെ, ചിലപ്പോൾ ശരിയായിരിക്കും. ശ്രീധന്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് മലയാളമാണ്. യെസ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്. കാരണം നിങ്ങളൊക്കെ ജീവിതത്തോടൊന്ന് ആലോചിച്ച് നോക്കി, ചില വിഷയങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം ആ ടീച്ചറിനോടുള്ള ഇഷ്ടം. യെസ്, തീർച്ചയായിട്ടും അതെ.
ചില വിഷയങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം ആ ടീച്ചറിനോടുള്ള ഇഷ്ടക്കേടല്ലേ? യെസ്, കറക്റ്റ് ആണത്. കാരണം വെച്ചാല് നിങ്ങളുടെ പ്രായത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ആളല്ലേ ഞാൻ, എനിക്കറിയാലോ. അപ്പോ ഇന്നലെ ഞാൻ ചിന്തിച്ചത് ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, നാളെ നമ്മുടെ അടുത്ത തലമുറ ചിന്തിക്കും. അപ്പൊ ചില വിഷയങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും ആ വിഷയം പഠിപ്പിച്ച് ടീച്ചറിനോടുള്ള ഇഷ്ടവും ഇഷ്ടക്കേടുമാണ്. ഓക്കെ, അത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്, ഒരു ഘടകമാണ്. യെസ്. അപ്പോ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാനൊരു അധ്യാപികയാകുമ്പോൾ ഞാൻ മൂലം ഒരു കുട്ടിയും ആ സബ്ജക്റ്റിനോട് ഒരു ഇഷ്ടക്കേട് തോന്നരുത്. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആരെ റോൾ മോഡൽ ആക്കണം എന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ആരെ റോൾ മോഡൽ ആക്കരുത് എന്ന് നിങ്ങൾക്കറിയാം. യെസ്. അപ്പോ ബി എ ഗുഡ് ടീച്ചർ. എന്തായിട്ടും മാറണം, നല്ല ടീച്ചറായിട്ട് മാറണം. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു, ഡോണ്ട് വറി. അപ്പൊ ഇടുക്കി എന്നുള്ള ശ്രീധന്യാണ്. നമുക്ക് 5 സെന്റൻസ് ഒന്ന് പറഞ്ഞു. First, I get up in my bed. Yes. And next, I go to make a tea. Yes. Then I drink the tea. Yes. And after that, I have my breakfast. Yes. And finally, I go to do my works. Okay. ശ്രീധന്യ, കുഴപ്പമില്ല. വെരി ഗുഡ്. ഓക്കെ. യെസ്, റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. രശ്മി ബിയ. Hi, sir. Okay, Rashmi, where are you coming from? Trivandrum district. Trivandrum. Oh, very good. Yeah. And the Bachmanapura Rajasthan Rashmi, very good. Yes, sir. Very good. ഈ തിരുവനന്തപുരത്തുള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ജോലി വാങ്ങിയെടുക്കുന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ടെങ്കിലും. എങ്ങനെ പറയുന്നത്, രശ്മി മാങ്ങ കൂട്ടപ്പെട്ടത് തന്നെയാണ്. ആഗ്രഹമുണ്ട്. ആ ഒരു ഐഡിയ ഉണ്ട് അല്ലേ? വെരി ഗുഡ്. യെസ്. മുമ്പ് ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ പേർക്കൊക്കെ തിരുവനന്തപുരം ജില്ലക്കാരാണ്. അപ്പൊ അവരുടെ ആ ഒരു പഠിക്കാനും ജോലി വാങ്ങാനുമായിട്ടുള്ള ആ ഒരു തൃഷ്ണയില്ലേ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ളവർക്കാണ് അത് കൂടുതൽ. അവിടെ നിന്ന് നിങ്ങൾ വടക്കോട്ട് പോകുന്നവരും കുറഞ്ഞുകൊണ്ടിരിക്കും. ഏതാണ്ട് മധ്യ കേരളമായിട്ടുള്ള നമ്മുടെ എറണാകുളം ജില്ല, ആലപ്പുഴ, പിന്നെ തൃശ്ശൂരൊക്കെ വരുമ്പോൾ കുറഞ്ഞു വരും. പക്ഷെ തെക്കോട്ട് പോകുന്നതും അത് വേണം എന്നുള്ള ആഗ്രഹം സ്പിരിറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതിന് വേണ്ടിയിട്ട് അവര് വളരെ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ. അത് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഏത് സർക്കാർ ഗവൺമെന്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാലും തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ളവര് ധാരാളം ഇല്ലാത്തുള്ളത്. ഓക്കെ രശ്മി, ഐ ആൾസോ വിഷ് യു ടു ബി എംപ്ലോയിഡ് ഇൻ ഗവൺമെന്റ് സർവീസ്. ഓക്കെ രശ്മി, വാട്ട് യു ആർ ഡൂയിങ് നൗ? ഇപ്പൊ എന്താ ചെയ്യുന്നത് നാട്ടില്? ഇപ്പൊ ഒന്നുമില്ല, ഹൗസ് വൈഫ്. Okay. Very good. Okay. Yes. About what is your inspiration to study Montessori class? Become a teacher. My ambition is teaching. Your ambition is to become a teacher. Okay. Very good. Okay. You will also have a role model teacher. Am I right? Role model teacher, my Soja teacher. +1, +2, my favorite teacher. Your favorite teacher is Sojan teacher. Very good. Okay. Yes. Okay. Now you make 5 sentences using 5 words. Okay. ഞാൻ എന്റെ എഡ്യൂക്കേഷന്റെ ഒരു ജേണിയെ കുറിച്ചിട്ടാണ് 5 സെന്റൻസ് ഉണ്ടാക്കിയത്. No problem. You continue. No problem. Okay, sir. First, I joined diploma course. Yes. Next, I work at Akshaya Center. Yes. Then I joined as a abacus teacher. Yes. After that, I work as a VLE in a CSE center. Yes. Finally, now joined in Montessori course. Oh, very good. Rashmi, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നേരത്തെ ആരംഭിച്ചിട്ട് ഈ പ്രസന്റ് സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് നിർത്തി. വെരി ഗുഡ്. Okay. Entirely different. Very good. Yes. Okay. അപ്പൊ രശ്മി അപ്പൊ സാധാരണ ഒരു പെൺകുട്ടിയല്ല, പല തലങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. വെരി ഗുഡ്. ഓക്കെ. യെസ്. ജിൻസ റിജോ. ജിൻസ. Hi, sir. How are you, Jinsa? I am fine, sir. Okay. Where are you from, Jinsa?
I am from Wayanad. Oh, you are from Wayanad. Okay, okay, Yeah. okay, okay. Very good, very good, very good. What was the weather like there? Here, it's very Here. sunny, very hot, Sunny. and Okay, okay, okay. Very good, very good, very good. Yes. And you are born and brought up in Wayanad. yeah. Okay, 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 okay. Now, there are 14 districts in Kerala. Which districts that you like most? I like Wayanad Yes. Why? because the climate is very good here. Okay, okay, okay. Yes. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോ ദക്ഷിണോട് ചോദിച്ചു നോക്കും, ദക്ഷിണ പറയും ഐ ലൈക്ക് എറണാകുളം ഡിസ്ട്രിക്ട് വെരി മച്ച്. അപ്പൊ ജിനിഷ അവിടെ ജനിച്ചതുകൊണ്ടാണ് വയനാടാണ് എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, 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 ഓക്കെ. ജനിച്ചയുടെ സ്ഥലമല്ലേ, അത് മറക്കണ്ട. ഓക്കെ, അപ്പൊ ജിനിഷ കണ്ടിന്യൂ. ഞാൻ അത് ജിനിഷക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് എന്താ പറയാ ഒരു ഇനീഷ്യൽ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരോടും ഞാൻ ആദ്യം ഉത്തരം പറയുന്നത് കുറച്ചു നേരം സംസാരിക്കുന്നത്. ഓക്കെ, ഓക്കെ. നമ്മൾ ഇനി ഇവിടെ നിങ്ങനെ പോകുമ്പോൾ ഓരോ സബ്ജക്റ്റുകൾ പറയും. ആ ഓരോ സബ്ജക്റ്റുകൾ പറഞ്ഞിട്ട് ആ സബ്ജക്റ്റുകളെ കുറിച്ച് നിങ്ങൾ നമ്മളൊരു ഡിബേറ്റ് പോലെ വെക്കും. ആ ഡിബേറ്റ് പോലെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ സംസാരിക്കാന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ സംസാരിക്കാന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് പറ്റുന്ന, നമുക്ക് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകൾ പറയുന്നു. ആ സബ്ജക്റ്റുകളെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രാമർ അതിനകത്ത് ഉപയോഗിക്കുന്നു. ആ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഈ ഇതിന് വരുന്ന ചോദ്യങ്ങളെ കുറിച്ച് നമുക്ക് ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല. ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾ എല്ലാവരും പാസ്സാകും. ഡോണ്ട് വറി, ബി ഹാപ്പി. ഓക്കെ ജിനിഷ, പറഞ്ഞോളൂ. First, I take a paper. Yes. Next, I fold that paper. Yes. Then I make a paper boat with that Yes. paper. Yes. After that, I gave that paper boat to my children. Yes. Finally, my children played and happy with that paper boat. വെരി ഗുഡ്, വെരി ഗുഡ്. അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. രശ്മി പറഞ്ഞതുപോലെ വെറൈറ്റി, അതായത് പേപ്പർ കൊണ്ട് ഒരു ബോട്ട് ഉണ്ടാക്കുന്നത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കുട്ടികൾക്ക് കൊടുത്തു. ഓക്കെ, ഓക്കെ, വെറൈറ്റി, വെറൈറ്റി. ഓക്കെ ജിനിഷ, ഓക്കെ, ഓക്കെ. സംതിങ് Thank you, sir. ഡിഫറെന്റ്, ഡിഫറെന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. അമീഷ ബേബി. ഓക്കെ, 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 ഓക്കെ. അമീഷ. ഓക്കെ, ഓക്കെ. അമീഷ, where are you coming from? I'm from Kulpili. Where? Kulpili. കേട്ടില്ല, ക്ലിയർ ആയില്ല. Kulpili. പുൽപ്പള്ളി. ക്ലിയർ ആവുന്നില്ലല്ലോ അമീഷ. അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയേ, ശബ്ദം ക്ലിയർ ആവുന്നില്ല. റെഡിയായോ? എന്തെങ്കിലും ഒന്നുകൂടി പറഞ്ഞേ. ഇപ്പൊ ഓക്കെ ആണ് സർ. ആ, ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഓക്കെ. ഓക്കെ, ഓക്കെ, ഓക്കെ. ആ, എവിടെ നിന്നാണ് അമീഷ വരുന്നത്? കുൾപ്പിള്ളി. പുൽപ്പള്ളി. അപ്പൊ യു ആർ ആൾസോ ഫ്രം വൈപ്പിൻ? Yes. Okay, 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 okay. There is a one famous hospital is there. Medical justice. Yes, 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 yes. Okay, 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 okay. Very good, very good. അമീഷ നന്നായിട്ട് പാടുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ, കറക്റ്റ് ആണ്? ഇല്ല, ചെറുതായിട്ട്. ചെറുതായിട്ട് പാടും. അന്ന് ആദ്യം അമീഷ ഒരു പാട്ട് പാടും. അത് രണ്ട് പരിപാടിയാവുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിഷയത്തിലോട്ട് വരാം. എല്ലാവരും ഭയങ്കര ടെൻഷനടിച്ചിരിക്കണം. അപ്പൊ അവരുടെ മനസ്സിനെ ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അമീഷയുടെ രണ്ടുപേര് പാടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിഷയത്തിലോട്ട് വരാം. യെസ്, പറഞ്ഞോളൂ അമീഷ, പാടിക്കോ. ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞുതരാൻ പറ്റുമോ? നോ പ്രോബ്ലം. ഓക്കെ, 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 ഓക്കെ. എനിക്ക് അമീഷയുടെ ശബ്ദം കേട്ടപ്പോ തോന്നിയിരുന്നു പാട്ട് പാടാൻ സാധ്യതയുണ്ടെന്ന്. വേറെ ആരോടും ചോദിക്കാത്തൊരു ചോദ്യമാണ് ഞാൻ അമീഷയോട് ചോദിച്ചത്.
പെട്ടെന്ന് പറഞ്ഞപ്പോ പാട്ട് കിട്ടണല്ലോ അതുകൊണ്ടാ. അത് വേണ്ടതേ, പഴയ സ്റ്റോക്കിൽ നിന്ന് തട്ടിയെടുത്തോ, നോ പ്രോബ്ലം. യെസ്, ഓക്കെ. ഹലോ. യെസ്, പഠിക്കൂ. ராசா இது என்ன புதுசா கொஞ்சம் சிறுசா கொஞ்சம் பார்த்து கூட லேசா லேசா. അത്ര മതിയാ? യെസ്, ഞങ്ങൾ അതിലും കൂടുതൽ പ്രതീക്ഷിച്ചു. ഓക്കെ. അമീഷിനെ നമുക്ക് പിന്നീട് നമുക്ക് അമീഷിന്റെ കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. അമീഷ ഒരു കാര്യത്തിൽ അത് ഓരോരുത്തര് അഭിനന്ദനം പറഞ്ഞപ്പോ തന്നെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അത് എന്നോട് പ്രതികരിച്ചില്ലേ, അയ്യോ ഞാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. ഓക്കെ, ഞാൻ പഠിക്കണം. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയപ്പോ നമ്മൾ മാറി നിന്നിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മാറി നിൽക്കുന്നില്ല. ഇനി നമ്മൾ ചാടി വീഴുന്നു. ഓക്കെ, ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമുണ്ട്. ഫുൾ A+ കിട്ടിയവരെല്ലാം ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഫുൾ A+ കിട്ടിയവരെക്കാളും കൂടുതൽ ജീവിതത്തിൽ വിജയിച്ചു. രണ്ടും രണ്ടാണ്. ജീവിതത്തിൽ വിജയിക്കുന്നതും പരീക്ഷയിൽ വിജയിക്കുന്നതും രണ്ടും രണ്ടാണ്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഈ പരീക്ഷയിൽ വിജയിക്കുന്ന എല്ലാവരും തന്നെ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. പക്ഷെ പരീക്ഷയിൽ വിജയിക്കാത്ത പല ആളുകളും ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചവരാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് കുറച്ച് കഴിവ് കുറവോ അല്ലെങ്കിൽ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് പരീക്ഷയിലല്ല, നമ്മൾ ജീവിതത്തിൽ വിജയിച്ച് കാണിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ബി ബോൾഡ്, ബി ഹാപ്പി. എപ്പോഴും നല്ല സന്തോഷമായിട്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പയ്യൻ, അദ്ദേഹം കൊച്ചു ബാലൻ, അദ്ദേഹം സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവന്റെ കാലുകൾക്ക് നീളം കുറവാണെന്ന് പറഞ്ഞിട്ട്, കുഞ്ഞിക്കാലെന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് മടങ്ങി വന്നിട്ട് ഗ്രാൻഡ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ഇനി സ്കൂളിലേക്ക് പോകുന്നില്ല. ഓക്കെ, എന്താണ് റീസൺ, എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടി പറഞ്ഞു, എന്നെ എല്ലാവരും കളിയാക്കുന്നു, എന്റെ കാലുകൾക്ക് നീളം കുറവാണ്, അപ്പൊ അതുകൊണ്ട് എന്നെ കുഞ്ഞിക്കാലം എന്ന് വിളിച്ചിട്ട് അവരെ കളിയാക്കുന്നു. സോ ഐ വിൽ നോട്ട് ഗോ ടു സ്കൂൾ, ഞാൻ ഇനി സ്കൂളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഗ്രാൻഡ് അവനെ ആശ്വസിപ്പിച്ച് സ്കൂളിലേക്ക് വിടുകയാണ്. അപ്പോ വർഷങ്ങൾക്ക് ശേഷം ഇതേ മനുഷ്യനെ നമ്മൾ വിളിച്ച പേരാണ്, ആർക്കെങ്കിലും പറയാം? യെസ്, ലയണൽ മെസ്സി എന്നാണ് നമ്മൾ ഇദ്ദേഹത്തെ വിളിച്ചത്. അപ്പോ ഏതവസ്ഥയിലിരുന്ന ഒരാളാണ് പിന്നീട് ഏതവസ്ഥയിലേക്ക് മാറിയത്. വീണ്ടും ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണ്. പഠിക്കാൻ ഒരു ഇന്നത്തെ നമ്മുടെ പോളിടെക്നിക്ക് പോലെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പോളിടെക്നിക്ക് എൻട്രൻസ് പരീക്ഷയിൽ തോറ്റ്, അഭിമുഖത്തിൽ തോറ്റ്, അവിടുത്തെ അഡ്മിഷൻ കിട്ടാനാവാതെ വിഷമിച്ച് നിന്നൊരു കുട്ടിയുണ്ട്. അവന് അഡ്മിഷൻ കിട്ടാണ്ട് അവൻ അവിടുന്ന് മടങ്ങിപ്പോയി. കാരണം അവൻ അവിടുത്തെ പ്രവേശന പരീക്ഷയിൽ പരാജയപ്പെട്ടു. അന്ന് അവിടുത്തെ പ്രവേശന പരീക്ഷയിൽ വിജയിച്ച് അഡ്മിഷൻ കിട്ടിയ ധാരാളം കുട്ടികളുണ്ട്. ലോകം അവരെ ആരെയും പിന്നീട് അറിഞ്ഞിട്ടില്ല. പക്ഷേ അന്ന് അഡ്മിഷൻ കിട്ടാതെ എന്ന കുട്ടിയെ പിന്നീട് ലോകം അറിഞ്ഞു. ആ കുട്ടി പിന്നെ അറിയപ്പെട്ട അവന്റെ പേരായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീന്റെ എത്രയോ കണ്ടുപിടുത്തങ്ങൾ പിന്നീട് നമുക്ക് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പഠിക്കാൻ മണ്ടനാണ് എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പല പ്രാവശ്യവും പിന്തള്ളപ്പെട്ട വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അതാണ് ഞാൻ പറഞ്ഞത്, പരീക്ഷയിൽ വിജയിക്കുന്നതും ജീവിതത്തിൽ വിജയിക്കുന്നതും രണ്ടും രണ്ടാണ്. ഇനിയുള്ള സമയത്ത് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരവസരവും നമ്മൾ പാഴാക്കുന്നില്ല, നമ്മളതിനെ ഉപയോഗപ്പെടുത്തുന്നു. കാരണം ഒരനുഭവം ചെറുതല്ല. ഓക്കെ അമീഷ, പറഞ്ഞോളൂ. First I am going to my college. Yes. Next I revise my subject. Yes. Then after attend my viva. Yes. After that I finished viva. Yes. Finally I am going to my home. Yes, finally I am going to home to Maryam. Finally I go to my PG certificate. Okay, very good revision. Okay, ഒരു വെറൈറ്റി പിടിച്ചല്ലോ, മാറ്റി പിടിച്ചല്ലോ. ഓക്കെ, യെസ്, ഓക്കെ. രമേശ് കൃഷ്ണൻ. ശരിക്കുള്ള പേരെന്താണ്? ദീപ്തി രമേശ്. രമേശ് ഹസ്ബൻഡിന്റെ പേരാണ്.
ഹസ്ബൻഡിന്റെ മെയിൽ ഐ ഡി ആണ്. Okay, കുഴപ്പമില്ല. Deepthi, where are you from? പെരുമ്പാവൂർ, എറണാകുളം. Okay. പെരുമ്പാവൂർ എവിടെയാണ്? പെരുമ്പാവൂർ പാറപ്പുറം, വല്ലംകടവ്. Yes. Okay. അവിടെയൊക്കെ പോയിട്ടുള്ളതിന്റെ പേര് ചോദിച്ചാൽ. Okay, Deepthi. Okay, Deepthi. What are you doing now? Housewife. Now start Montessori course. Now you are studying Montessori course. Okay. What is your ambition in your life? I started kindergarten. I want to start kindergarten. Yes. Okay. You want to start a kindergarten by your own. Yes. So you want to be qualified as a Montessori teacher. Okay. Thank you. Okay. Okay, Deepthi. Okay, very good. Let your wish be fulfilled. Let your dreams be fulfilled. Yes. Okay. So I ask you another question. When you are a high school student, that means 10th standard or 9th standard or 8th standard, when you were a high school student, what was your ambition? Teacher. Oh, even at that time you want to become a teacher? Yes. Oh, yes. I love, Okay. but I'm lab technician course studying. Yes. Studied, You studied a lab technician. After that? yes. Then 4 years I'm working. Yes. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. Yes. Okay. Yes. Now you want to become a teacher. I love children very much. Okay. Very good. You love children very much. Okay. Very good. Okay. Deepthi, you continue with the 35 words. Okay. First I meet my friend. Yes. Next we together gone to shopping. Yes. Then we will go to restaurant. Yes. After that we go to movie. Yes. Finally we reached house. Very good. Okay. Very good. Okay. രസകരമായിട്ടുണ്ട്. Okay. എല്ലാം ഫാസ്റ്റ് ആക്കി പറഞ്ഞാൽ മതി. Very good. Okay. Sudha Murugan. Sudha. അല്പം കഴിയുമ്പോൾ ഒരു വിചാരിക്കാം. Hello sir, good afternoon sir. Sorry sir. Okay, Sudha. Very good. Attention, relax. Sudha, where are you coming from? I am from Palakkad sir. Oh, Palakkad. അപ്പൊ പാലക്കാട് ഇപ്പൊ നേരത്തെ ദിവ്യ ഉണ്ടായിരുന്നു. അപ്പൊ ഒരാൾ കൂടി ഉണ്ട്. ദിവ്യയുടെ ഒരു കൂട്ടുകാരിയായിട്ട് സുധ ഉണ്ട് കേട്ടോ. സുധ ഫ്രം പാലക്കാട്. പാലക്കാട് അട്ടപ്പാടിയാണ് സർ. Oh, yes, അട്ടപ്പാടി. Very good. Okay. അട്ടപ്പാടി മുക്കാലി അവിടെയൊക്കെ വന്നിട്ടുണ്ട്. Yes. അട്ടപ്പാടി മുക്കാലി. Yes. Okay. അപ്പൊ സുധ, you want to become a Montessori teacher? Yes sir. What is your Actually I am an athlete. Then my ambition is a sports teacher sir. You want to become a sports teacher? Yes. Sports teacher. Okay, very good. What is your item in athletics? Hello sir, I'm not hearing. Which event that you give preference in athletics? I'm good at married sir. Married and 2 children. Okay. I'm not complete. Sudha നേരത്തെ athlete ആയിരുന്നു പറഞ്ഞത്. athlete. athlete ആണ് sir. അപ്പൊ ഏത് ഐറ്റമിലായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്? ഞാൻ ട്രാക്ക് ഐറ്റംസിലായിരുന്നു. ത്രോ ഫീൽഡാണ് ചെയ്തിരുന്നത്. Okay. പ്ലെയർ ആയിരുന്നു. Oh, very good. Okay, Sudha. Very good. Yes. Now, can you make 5 sentences using 35 words? Okay, sir. Okay. First I wake up in the morning, 5 o'clock.
Next, I am fresh up in the morning routine. Then I am do yoga in half an hour. After that, I am starting kitchen work. Finally, I am completed work and I am ready for office. Very good, very good. Okay, Sudha, very good, very good, very good. Okay. Yes. Thank you, sir. Nia Shamila. Yes, sir. Okay. എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ? Thank you, sir. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നോ? ആ പെരുന്നാൾ ഒക്കെ അടിപൊളി തന്നെ. വെരി ഗുഡ്. ഈ ഷമീല എവിടെ നിന്ന് പറയുന്നത്? കണ്ണൂർ. ഓക്കെ. Yes, okay. What is Shamila's ambition in your life? I am ambition teacher. To become a teacher. Yes, എല്ലാവരും ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നത്. Yes, sir. ഷമീല പഠിച്ച സബ്ജക്ട് ഏതാണ്? Humanities +2 വരെ. Okay. As you study humanities, how do you become an education? മനസ്സിലായില്ല സർ. എന്തുകൊണ്ട് അഡ്വക്കേറ്റ് ആയിക്കൂടാ? I am എന്താ പറയാ, സ്കൂൾ കാലം മുതലേ എന്തോ ടീച്ചർ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെ, വെരി ഗുഡ്. ഷമീലക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ ഉണ്ടാവില്ലേ? ചെറിയ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു രജിത ടീച്ചർ. ഇപ്പൊ എന്റെ ക്ലാസ്മേറ്റ് തന്നെ റഹീന ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ അവളെ കാണുമ്പോ തന്നെ എനിക്ക് ടീച്ചർ ആകണമെന്ന് ആഗ്രഹം. Yes, very good. Okay. Yeah, Shamila, ask you one more question. Who is your best friend? എന്താ സാർ? Who is your best friend? റഹീന. What are the qualities that you see in Rabina? ബിഹേവിയർ, സ്വീറ്റ് ബിഹേവിയർ. എന്താ പറയാ സാർ, എനിക്ക് ഇംഗ്ലീഷിൽ അത്രയോ ഇതുള്ളൂ, +2 വരെ ഉള്ളൂ. അതിന്റെ അതൊന്നും പേടിക്കില്ല, അതെല്ലാം അങ്ങ് പറഞ്ഞു. Yes, ഷമീലൊക്കെ പറ്റുന്ന പോലെ പറഞ്ഞു. Yes, പറഞ്ഞോളൂ ഷമീല. അപ്പൊ നമുക്ക് പറയാം, ഷീ ഈസ് വെരി ലവ്ലി അല്ലേ? വളരെ വെരി ലവ്ലി. പിന്നെ നമ്മളോട് വളരെ ഒരു കെയറിംഗ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അതും കൂടി പറയാല്ല. യെസ്, ലവ്ലി ആൻഡ് കെയറിംഗ്. അപ്പൊ രണ്ടായിട്ട് പോയില്ലേ? ഓക്കെ. പിന്നെ എന്ത് കാണുന്നുണ്ട്? നൈബർ ആണോ? ക്ലാസ്മേറ്റ് ആണോ? നോ, ക്ലാസ്മേറ്റ് ആണ്. അപ്പൊ അത് പറയാം, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ ക്ലാസ്മേറ്റ് ആണ്. She is my classmate from first standard to +2. എന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ എന്നെ വിടാതെ വിട്ടുള്ള ക്ലാസ്മേറ്റ്. Is it now teacher? In study, daughter. My daughter teacher. എന്റെ മോളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. Very good. Okay. അപ്പൊ your best friend is a teacher. Now you want to become a teacher. Very good. Okay. Very good inspiration for you. Okay, Shamila. നമുക്ക് അതിന് ടെൻഷൻ അടിക്കുന്നുണ്ട്. നമുക്ക് റെഡി ആയിട്ട് വരാം. ഓക്കെ. അപ്പൊ ഈ 5 വാല്യം ഉപയോഗിച്ചിട്ട് പറഞ്ഞു. I am ready to traveling. Yes. First, I took a bag. Next, I prepared bag, include dress, brush, phone, etc. I am changing, bathing and dressing. After that, I took traveling bag. Finally, I got to traveling. Okay, very good. യാത്ര തുടങ്ങിയ സ്ഥലത്ത് അല്ല ഷമീല പറഞ്ഞത്. ഓക്കെ. പിന്നെ അടുത്ത ഒരു ഷെറീന. Yes, sir. Okay, Sharina, where are you from? I am coming from Malappuram. Okay. Sharina, പറഞ്ഞോളൂ. I am Sharina. I am a housewife. Yes. Study completed before 50 years. Yes. Okay. ഇത് ഇപ്പൊ പറഞ്ഞൊരു 5 വാല്യം ഉപയോഗിച്ചിട്ട് പറഞ്ഞു. ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ഫൈനലി. മനസ്സിലായില്ല.
ഫസ്റ്റ് നമ്മൾ പറഞ്ഞൊരു വാക്കില്ലേ, ഫസ്റ്റ് നെക്സ്റ്റ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഫൈനലി എന്ന് പറയുന്ന പേര് ഉപയോഗിച്ച്. അപ്പൊ ആ സമയത്ത് ഷെറീനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല? ഫസ്റ്റ് എത്തിക്കോട്ടെ, പറഞ്ഞോ. I am first I am going to prayer. First I went to pray. Yes. After that, I am reading a Quran. Yes. I read the Quran. Yes. After that, I went to kitchen. Yes. I went into kitchen. അപ്പൊ അടുക്കളയിലെത്തി. ഇനി അവിടെ എന്തെങ്കിലും ചെയ്യും. I am prepare breakfast. I prepared breakfast for the family. Yes. Okay. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കി. പിന്നെ വെറുതെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചോ? ഒരു കപ്പ് ചായ കുടിച്ചോ? I drank a cup of tea. Okay. ശരി, കുഴപ്പമില്ല. No problem. Okay. No problem. അപ്പോ ഇത് നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചതാണ്. ഞാൻ ഇന്ന് അധികം ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിച്ചത്. നമ്മൾ 16 പേരുള്ളൂ. 16 പേരെ കണ്ടാൽ പോലെ അതിൽ കൂടുതൽ ആൾക്കാരെ കാണുന്നതാണ്. യെസ്. അപ്പൊ ഇന്ന് ഒരു പക്ഷേ ക്ലാസ് ആരംഭിക്കുകയില്ല, ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം ആളുകൾ കുറഞ്ഞത്. അപ്പൊ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റ് അങ്ങോട്ട് ആരംഭിക്കുകയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകും. ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് പറയുന്നതിനുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചു കൊടുക്കാം. ഇത് പിന്നെ ടെൻഷൻ അടിച്ചിരിക്കുന്ന റിലാക്സ് ആയിട്ട് നമുക്ക് ആസ്വദിച്ച് പഠിച്ചെടുക്കും. ഈ 10 മാസം നമ്മൾ വളരെ ആസ്വദിച്ച് നമ്മളോട് പോകുന്നു. ആഴ്ചയിൽ ഒരു ദിവസം വീതം ഞാൻ വരും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള ടീച്ചർമാർ വരും. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ വരും. യെസ്. അപ്പോ നിങ്ങളുടെ പ്രകടനങ്ങൾ വളരെ മനോഹരമായിരുന്നു. ഞാൻ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ആരും മാറി നിന്നില്ല, വിളിച്ചിട്ട് ആരും വരാതിരുന്നില്ല. സുഖമാണെങ്കിൽ അല്പസമയം വൈകിയാണെങ്കിലും അയ്യോ ഞാൻ വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് കൂടി എത്തി. യെസ്. അപ്പൊ എല്ലാവരെയും, ദിവ്യയെയും ജൂലിയെയും ജെൻസിയെയും ധനുഷ്കയെയും അലീനയെയും ശ്രീധന്യയെയും ലക്ഷ്മി, ജസ്ന, അമീഷ, റമീഷ, സുധ, ഷമീന, ഷെറീന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നത്. നിങ്ങളുടെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. ഇതേപോലെ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, പറഞ്ഞോളൂ. പേരെന്തായിരുന്നു? ഞാൻ പറഞ്ഞതാണ്. അപ്പൊ വൈകി വന്നോണ്ട് മൈ നെയിം ഈസ് ജോബ്, JOB പറഞ്ഞതെന്ന് തോന്നുന്നതാണ്. മൈ നെയിം ഈസ് ഓക്കെ. We will meet next class next day. Till then, bye. Okay, see you. Thank you, sir. Thank you, sir. Okay. പോയി സാറ് പോയി കഴിഞ്ഞു.